തിരുവനന്തപുരത്ത് പൂജപ്പുര എസ്.ഐക്ക് കുത്തേറ്റു. എസ്.ഐ സുധീഷിനാണ് കുത്തേറ്റത്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണിയാണ് ആക്രമിച്ചത്. നൃപൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം പൂജപ്പുര എസ്.ഐക്ക് കുത്തേറ്റിരിക്കുന്നു. എസ്.ഐ സുധീഷിനാണ് കുത്തേറ്റത്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണിയാണ് ആക്രമിച്ചത്. രാവിലെയാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്.ഐയെ ഗുണ്ടാ നേതാവ് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പൂജപ്പുര എസ്.ഐ സുധീഷിനാണ് കുത്തേറ്റത്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണി എസ്.ഐയെ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. നൃപൻ ചേരുന്നു. നൃപൻ, എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. ഷമി, ഇന്നലെ രാത്രി 9 മണിക്കാണ് പൂജപ്പുരയുടെ എസ്.ഐ ആയിട്ടുള്ള സുധീഷിന് കുത്തേൽക്കുന്നത്. അവിടുത്തെ ഗുണ്ടാ നേതാവാണ് ശ്രീജിത്ത് ഉണ്ണി എന്ന് പറയുന്നത് ആൾ. അദ്ദേഹമാണ് ഈ പറഞ്ഞ ഗുണ്ട ആണ് മദ്യപിച്ച് ബഹളം വയ്ക്കുന്നു എന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയുന്നു. തുടർന്ന് പോലീസ് സംഘം അവിടേക്ക് എത്തുന്നു. അതിനെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാഹനത്തിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ സുധീഷിനെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. തടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളുടെ വലത് കൈ പത്തിക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. 2 വിരലുകൾക്ക് സാരമായി പരിക്കേറ്റു. ഇയാളുടെ കൈഞ്ഞരമ്പ് മുറിഞ്ഞ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആദ്യം പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ചികിത്സകൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാക്കി അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്രീജിത്ത് ഉണ്ണി എന്ന് പറയുന്നയാൾ ഗുണ്ടാ ലിസ്റ്റിൽ പട്ടികയിലുള്ള ആളാണ്. 20ഓളം വരുന്ന ക്രിമിനൽ കേസിൽ പ്രതി കൂടിയാണ്. കാപ്പ കേസിൽപ്പെട്ട ശേഷം അകത്തായ ഇയാൾ 1 വർഷത്തേക്കാണ് ഇയാൾ ശിക്ഷ വിധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ആയിട്ടേ ഉള്ളൂ ഇയാൾ ആ കേസിൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയത്. അതിനുശേഷം ആ പ്രദേശത്ത് ലഹരി കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഗുണ്ടാ നേതാവ്. ഇയാൾക്കെതിരെ നിരവധി പരാതികൾ നിലവിലുണ്ട്. 20ഓളം കേസിലെ പ്രതിയുമാണ്. ഈ സംഭവ സ്ഥലത്ത് ഇയാൾ മദ്യപിച്ച് ബഹളം വയ്ക്കുകയും മദ്യപിച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് വലിയ തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം കുറ്റവാളി കൂടിയാണ് ശ്രീജിത്ത്. അങ്ങനെ പോലീസിന് വിവരം ലഭിക്കുന്നു. ഈ സുബീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇയാളെ അകത്തേക്ക് അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇയാൾ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണത്തിലാണ് പരിക്കേൽക്കുന്നത്. ഇയാളെ ഇപ്പോൾ ആശുപത്രിയിൽ എസ്.ഐ പ്രവേശിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇയാൾക്കെതിരെ കർശനമായ നടപടി, ഇയാൾ ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം ഈ ജില്ല വിട്ട് ഈ പ്രതി പോയിട്ടില്ല, ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസിൻ്റെ സ്ഥിരീകരണം. അതുകൊണ്ട് ഇയാളെ വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഷമി, നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്.